ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു മോര് കറിയുടെ റെസിപ്പിയാണ്. ഒരു ചെറിയ കപ്പിൽ ഞാൻ 2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. അത് തേങ്ങ ചേർക്കാത്ത മോര് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോര് കറിയാണിത്. ഞാനിത് കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒരു കുറുകിയ പരുവത്തിന്, തീരെ വെള്ളം പോലെ ആകാനും പാടില്ല, കട്ടിയും പാടില്ല, ആ പരുവത്തിന് ആക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ. മോര് കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്, വേറെ ഒരു എണ്ണയും ചേർക്കരുത്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, ഇത് ഇത്രയും ഒന്ന് അരിഞ്ഞെടുത്തത് ഇതിലോട്ട് ഈ എണ്ണയിലോട്ടൊന്ന് വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ഇത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇത് മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തൈര് അടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മോര് കറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. മോര് കറി തിളയ്ക്കാൻ പാടില്ല, ചൂടായാൽ മതിയാകും. മോര് കറിയിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മോര് ചൂടാക്കി വെച്ചു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് താളിച്ച് ചേർക്കാം. കറിവേപ്പില, വറ്റൽമുളക്, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ ചേർത്ത് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് വീണ്ടും 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ വറവൊക്കെ വറുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ പൊടികളും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. കടുകും ഉലുവയും ഇട്ടതാണ്. ഇനി കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചേർത്തതിൽ ചെറുതായിട്ട് മഞ്ഞൾ കളർ കുറവുണ്ട്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മോര് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മോര് കറിയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ തേങ്ങ ചേർക്കാത്ത മോര് കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന മോര് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.